സ്ഥാനാർത്ഥി സംസാരിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥി ക്ഷണിച്ചോളൂ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യവും ഇടതുപക്ഷ സർക്കാർ ചെയ്ത നേട്ടങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് മുന്നേ സഖാക്കൾ സംസാരിച്ചിട്ടുണ്ടാവും. എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങളിൽ ഒരാളായ, നിങ്ങളെ അറിയുന്ന പാലക്കാട്ടുകാരനായ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ബഹുഭൂരിപക്ഷം വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന. 2026 ഏപ്രിൽ 9-ാം തീയതി കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതിന് വാഗ്ദാനത്തിന്റെ ചിഹ്നമായ, വികസനത്തിന്റെ ചിഹ്നമായ, പരസ്പര ബന്ധങ്ങളുടെ ചിഹ്നമായ, സ്നേഹത്തിന്റെ ഊഷ്മളമായ ബന്ധങ്ങൾക്ക് അടയാളമായ ഒരു മോതിര കൈമാറ്റ ചടങ്ങ് നടക്കുകയാണ്. മോതിര കൈമാറ്റം എന്ന് പറയുന്നത് വളരെ പവിത്രമായ രണ്ട് മനസ്സുകൾ ഒന്നു ചേരുന്ന സമയത്തുണ്ടാവുന്ന ഒരു ചടങ്ങാണ്. പാലക്കാട് അന്ന് നടക്കുന്ന മോതിര കൈമാറ്റ ചടങ്ങിൽ ഒരു മനസ്സെന്ന് പറയുന്നത് ഈ കാണുന്ന പാലക്കാട്ടിലെ വോട്ടർമാരും, ഇനിയൊരു മനസ്സെന്ന് പറയുന്നത് മൂന്നാമത് വരുന്ന പിണറായി സർക്കാരിന്റെ ഗവൺമെന്റിലേക്കും. ഈ രണ്ടിന്റെയും മനസ്സുകൾ ഒന്നാകുന്ന ആ മോതിര കൈമാറ്റ ചടങ്ങ് നടക്കുന്ന അന്നേ ദിവസം നാം ഇവിടെ കൂടിയിരിക്കുന്ന ഉറച്ച വോട്ടുകൾക്ക് പുറമെ നമ്മുടെ ഇടയിൽ ഉറയ്ക്കാതെ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ബന്ധുക്കളുമായിട്ടുള്ള എല്ലാവരെയും കൂടിച്ചേർത്തുകൊണ്ട് അവർക്ക് ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി, പാലക്കാടിലെ സ്ഥാനാർത്ഥിയുടെ ആ പ്രാധാന്യം മനസ്സിലാക്കി, പാലക്കാടിന്റെ വികസന സ്വപ്നങ്ങൾ, പാലക്കാടിന്റെ വികസന കാഴ്ചപ്പാടുകൾ, പാലക്കാടിന്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന പാലക്കാടിന്റെ സ്ഥാനാർത്ഥിയെ പറഞ്ഞു മനസ്സിലാക്കി വിശാലമായ സാധ്യമായ എല്ലാ വോട്ടുകളും നമുക്ക് നമ്മുടെ പെട്ടിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നിങ്ങൾ എല്ലാവരും അതിനുള്ള പരിശ്രമം നടത്തണം. കാരണം നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇലക്ഷൻ വരികയായി. അതിനകത്ത് വിശ്രമമില്ലാതെ ജോലിയെടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ഈ ഒരു യുദ്ധമാണ്. ആ യുദ്ധക്കളത്തിലെ പോർമുനകളായി നിൽക്കുന്ന നാം എല്ലാവരും അതിനുവേണ്ടിയുള്ള പ്രത്യേകമായ ഒരു ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ബഹുഭൂരിപക്ഷമായ ഒരു വോട്ട്, ഞാൻ ഉദ്ദേശിക്കുന്നത് പാലക്കാട് മണ്ഡലം ഉണ്ടായതിൽ വെച്ച് റെക്കോർഡായ ഒരു ഭൂരിപക്ഷമാണ് നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടേണ്ടത്. കഴിഞ്ഞ 10-15 കൊല്ലമായി ഇടതുപക്ഷത്തിന് MLA ഇല്ലാത്തതും കഴിഞ്ഞ 10 വർഷമായി ഭരണപക്ഷത്തിന് MLA ഇല്ലാത്തതിനുമായ ഒരുപാട് ഭവിഷ്യത്തുകൾ, ഒരുപാട് പ്രയാസങ്ങൾ പാലക്കാട് ജനത അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വികസനം മുരടിപ്പ് മാറ്റാനും വികസന കുതിപ്പ് തുടരുന്ന ഇടതു സർക്കാരിന്റെ നയങ്ങൾക്കനുസൃതമായി, ക്ഷേമപ്രവർത്തനം നടത്തുന്ന ഇടതു സർക്കാരിന്റെ നയങ്ങൾക്കനുസൃതമായി എല്ലാ വോട്ടുകളും നമുക്ക് ഇടതുപക്ഷത്തിന്റെ ഈ സ്ഥാനാർത്ഥിക്ക് കിട്ടുകയും നമുക്ക് വലിയൊരു ഭൂരിപക്ഷം ഇവിടെ കിട്ടിക്കൊണ്ട് പാലക്കാടൻ ജനത ആഗ്രഹിക്കുന്ന തരത്തിൽ വികസനങ്ങൾ സാക്ഷാത്കരിക്കുവാൻ നമുക്ക് സാധ്യമാവണം. ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അതേപോലെ തന്നെ ഇങ്ങനെയൊരു സ്വീകരണം ഇവിടെ സംഘടിപ്പിച്ച അവിടുത്തെ ബൂത്ത് കമ്മിറ്റിക്കും അതിനുവേണ്ടി വന്നിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. നമസ്കാരം. ഇപ്പോൾ ഉള്ളത് മേപ്പറമ്പിലാണ്. മേപ്പറമ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായ ശ്രീ NM റസാഖ് അവർക്ക് സ്വീകരണം കൊടുക്കുകയാണ്. എൻ്റെ കൂടെ അറിയാലോ, എല്ലാവർക്കും സുപരിചിതനാണ്. അതിനുമ്പോൾ എന്ത് പറയാനുള്ളത്? നമ്മളിപ്പോൾ ഇനി അവസാനത്തെ 8 ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 12 ദിവസങ്ങളായി NM റസാഖ് എന്ന് പറയുന്നത് പാലക്കാടിൻ്റെ മേൽവിലാസമായി മാറിക്കഴിഞ്ഞു. സാധാരണക്കാരായ ജനങ്ങൾ നടൻ വേണ്ട, തനി നാടൻ മതി പാലക്കാടിന് നല്ലത് NM റസാഖാണ് എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞു.
അതിനിപ്പോൾ മോഡി വന്ന് ഇവിടെ പ്രസംഗിച്ചാലും ശരി, ആര് വന്ന് പ്രസംഗിച്ചാലും ശരി, ജനങ്ങളുടെ മനസ്സിലേക്ക് കയ്യെത്തുന്ന ദൂരത്തേക്ക് ഒരു MLA, വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാകുന്ന ഒരു MLA, ലൊക്കേഷനിലേക്ക് ആവശ്യത്തിന് പോകാതെ ആളുകളുടെ ആവശ്യത്തിൻ്റെ ലൊക്കേഷനിലേക്ക് MLA എത്തുന്ന ആളായി NMR റസാഖ്. മോതിരമാണ് ചിഹ്നം. വിശ്വാസം കൈമാറുമ്പോഴാണ് നമ്മൾ മോതിരം കൈമാറാറുള്ളത്. അങ്ങനെ പാലക്കാടിൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ ആണ് ഈ വരുന്ന ഏപ്രിൽ 9. വെഡ്ഡിംഗ് ഡേ ആണ് മെയ് 4. NMR റസാഖ് ജയിച്ചു വരും. ഇപ്പോൾ UDF LDF BJP ഒരു അന്തർധാരയുണ്ട്. അന്തർധാരയൊക്കെ പറയില്ല, അവർ നിർത്തിയില്ലപ്പോ. അത് 4-5 ദിവസം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഇല്ലാത്ത കാര്യങ്ങളെ പറഞ്ഞുണ്ടാക്കിയതുകൊണ്ടൊന്നും ജനം വിശ്വസിക്കില്ല. ഡീല് ജനങ്ങളുമായിട്ടാണ് LDF എന്നുള്ളത് ആരോപണം മാത്രമാണ്. അത് ആരോപണം മാത്രമാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി എന്നുള്ളത് ആണ് അവർ പിൻവലിക്കാൻ കാരണം. NMR റസാഖിന് അദ്ദേഹത്തിന് ഇവിടെ സ്വീകരണം കൊടുക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ എൻ്റെ പ്രിയ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ അറിയാലോ, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ LDF സ്ഥാനാർത്ഥി എന്ന സരിനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയമില്ല, നിഷ്പക്ഷമായിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വാർത്ത ചെയ്യുന്നത്. ആർക്കും എനിക്ക് വ്യക്തിപരമായ രാഷ്ട്രീയം ഉണ്ടെങ്കിലും, പക്ഷേ ഈ വാക്കിൽ രാഷ്ട്രീയം കലർത്തുന്നില്ല. ഇതിലൊരു രാഷ്ട്രീയമില്ല. നിഷ്പക്ഷമായിട്ട് ഞാൻ വാർത്ത വീഡിയോ ചെയ്യുന്നത്, വാർത്ത ചെയ്യുന്നത്. ഇതിൽ യാതൊരു രാഷ്ട്രീയമില്ല. എനിക്ക് വ്യക്തമായിട്ടൊരു രാഷ്ട്രീയമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു മാധ്യമപ്രവർത്തകൻ നിഷ്പക്ഷമായിട്ട് ഞാൻ അവിടെ വാർത്ത ചെയ്യുന്നത്. ഇതിൽ യാതൊരു രാഷ്ട്രീയമില്ല. നിഷ്പക്ഷമായിട്ട് തന്നെയാണ് അതിൽ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കക്ഷി രാഷ്ട്രീയമില്ല. BJPക്കാർ വിളിച്ചാലും, UDFക്കാർ, കോൺഗ്രസ്സുകാർ വിളിച്ചാലും, CPMക്കാർ വിളിച്ചാലും, SDPക്കാർ വിളിച്ചാലും, ആര് വിളിച്ചാലും ഞാൻ വാർത്ത ചെയ്യാറുണ്ട്. ഇതിൽ എൻ്റെ രാഷ്ട്രീയമോ ഇതിൽ കൂട്ടിക്കൊഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതിൽ ഈ വാർത്ത ചെയ്യുന്നതിൽ യാതൊരു രാഷ്ട്രീയമില്ല. നിഷ്പക്ഷമായിട്ട് തന്നെ ഞാൻ ഈ വാർത്ത ചെയ്യുന്നത്.